ചേച്ചി പറയുന്നത് കാണാൻ ആളുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്നു പറഞ്ഞു. അത് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഞാനാണെങ്കിൽ ഞാനിപ്പോ പോയി എന്താ പറയാ മറൈൻ ഡ്രൈവിൽ പോയി ഞാനിപ്പോ ഒരു വിവസ്ത്രയായിട്ട് നിന്ന് അത് കാണാൻ ആളുണ്ടാവും. പക്ഷെ അത് നമ്മുടെ കഴിവുണ്ടാന്ന് വിചാരിക്കരുത്. വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട, ഞാൻ ആരാണെന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ മറൈൻ ഡ്രൈവിൽ നിന്നാൽ 150 പേരെ കാണുള്ളൂ. പക്ഷെ ചേച്ചി സോഷ്യൽ മീഡിയ ചേച്ചിയുടെ വ്യൂസ് എത്രയാ? ചേച്ചിയുടെ മിനിമം 1 മില്യൺ ഒക്കെ എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 1 മില്യൺ 10 മില്യൺ ഒക്കെ ഉണ്ട്. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ. ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇങ്ങനെ വിവസ്ത്രയായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടല്ലയോ നിങ്ങൾക്ക് സെക്സ് ചെയ്യണോ എങ്ങനെ ചെയ്യണോ എന്നുള്ളതും ഒരു പെണ്ണിന്റെ ശരീരം ഇങ്ങനെയാണെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയത്? പുതിയ ടെക്നിക്കാ. അല്ലാതെ നിങ്ങൾക്ക് എവിടുന്ന മനസ്സിലാക്കാൻ പറ്റിയ? നിൽക്കുന്നത് കൊണ്ടാണ് കാണാൻ ആളുള്ളതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചേച്ചി ചോദിച്ച ചോദ്യത്തിന് ഓൾറെഡി ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ചേച്ചി അത് കാണിക്കുന്നത് കൊണ്ടാണ് കാണാൻ ആളുള്ളത്. ഞാൻ പറഞ്ഞു ചേച്ചി ചെയ്യുന്നത് ചേച്ചിയുടെ ഇഷ്ടമാണ്, അതൊന്നും ചോദ്യം ചെയ്യാൻ. പിന്നെ അത് ചോദ്യം ചെയ്യാൻ ഒരു അതുപോലെ തന്നെ അത് കാണുന്ന ഒരാളെ ചോദ്യം ചേച്ചി ഇത് കാണിക്കുന്ന ചേച്ചി മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണല്ലോ. അല്ല ചേച്ചിക്ക് സ്വന്തമായിട്ട് ചേച്ചി വീഡിയോ എടുത്ത് വെച്ചിട്ട് ചേച്ചി സ്വന്തമായിട്ട് കണ്ടോണ്ടിരിക്കുമല്ലോ, മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണല്ലോ ചേച്ചി ഇത് കാണിക്കുന്നത്. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. നമ്മൾ തമ്മിൽ ഇവിടെ വെച്ചൊരു വാക്ക് തീർക്ക് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അപ്പൊ അത് കാണുന്നുണ്ടോ എന്ന് ഈ പണ്ട് രാഹുൽ ഈശ്വർ ചോദിച്ചതുപോലെ നിങ്ങള് കണ്ടോ മലയാളി ഹൗസിനെ കുറിച്ച് രാഹുൽ ഈശ്വർ പണ്ട്, ഞാൻ രാഹുൽ ഈശ്വരായിട്ട് സംവാദം നടത്തിയിട്ടുള്ള ആളാ. വെൽക്കം. എത്ര നാളായി കണ്ടിട്ട്. സോപ്പിടൊന്നും വേണ്ട, കഴിഞ്ഞ ആഴ്ച ഞാൻ വന്ന് സംസാരിച്ചൊക്കെ മറക്കാൻ നോക്കൂ. ഇമ്പോസിബിൾ. അപ്പൊ സ്വാഭാവികമായിട്ട് രാഹുൽ ഈശ്വർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടു അവരവിടെ പോയി ഇങ്ങനെ കാണിച്ചതുകൊണ്ട് ഞങ്ങളത് കണ്ടു, നിങ്ങളത് കാണിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർ കാണുന്നു. എത്ര കഷ്ടപ്പെട്ട ഇല്ലാത്ത കാശുണ്ടാക്കി ഞാനൊക്കെ വാങ്ങിച്ചോണ്ടെന്നറിയോ? അറിവ് കിട്ടത്തുള്ളൂ. അയ്യോ പാപം, ഞാൻ ചേട്ടനെ വെറുതെ തെറ്റിദ്ധരിച്ചു. ഇതിൽ നിന്ന് എന്താണ് ഇതിമാത്താറ്? ചേച്ചിയുടെ വീഡിയോയിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിലെ വീഡിയോ എനിക്ക് അറിവും കിട്ടിയിട്ടില്ല. എന്തായാലും അണ്ണന്റെ നകളി പിത്തരക്കായ സ്ഥിതിക്ക് കാര്യങ്ങൾ കലിപ്പില്ലാതെ പറയാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം, പച്ചക്ക് ഞാൻ ചോദിക്കാം. ഇപ്പൊ ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാല് ആ പെണ്ണിനെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുമായിരിക്കും? പെണ്ണിനെ ആദ്യം ഞാൻ അവിടെ ഇരുത്തിയിട്ട് സംസാരിക്കും. അതെ അതാണ് അതിലൊരു ശരി. എന്നോട്ട് വിശ്വാസമില്ലേ? ഇല്ല ഒട്ടുമില്ല. എന്നിട്ട് സംസാരിക്കുന്നത് എന്തുവാ? ആളെ കളിയാക്കല്ലേ? സംസാരിക്കുന്നത് അവരുടെ പേരായിരിക്കും ഞാൻ ചോദിക്കുന്നത്. നാട് ഏതാണ് ചേച്ചിക്ക്? ഞാൻ ഇപ്പൊ പോയുണ്ട് ഒരു പെണ്ണിനെ കണ്ടുകൊണ്ട് ഞാൻ ചോദിക്കാം, നമുക്കെന്നാൽ അത് പറയണം. അതാണ് ചേച്ചി ഉദ്ദേശിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഞാൻ ഒരിക്കലും ചിന്താഗതി സമ്മതിക്കൂലോ. എന്റെ തലയ്ക്ക് ഭ്രാന്ത് കയറുക. എല്ലാത്തിനും വിഷം കൊടുത്ത് ഞാൻ ഈ പെരക്ക് തീ വെക്കും. ഞാൻ സമ്മതിക്കില്ല. കാരണം വെച്ചാൽ നിങ്ങളുടെ ഭാര്യയും ഭർത്താവ് നിങ്ങൾ കിടക്ക പങ്കിടുന്നു. ഞാൻ എന്തായാലും ചെയ്യുന്ന അതാണല്ലോ, അപ്പൊ എനിക്ക് തുറന്ന് അതിനെപ്പറ്റി സംസാരിക്കല്ലോ. നിങ്ങളുടെ ഭാര്യയ്ക്ക് ആദ്യം നിങ്ങൾ എന്തായിരിക്കും ചെയ്തു കൊടുക്കുക? എന്താ എന്റെ ഉദ്ദേശം? ഭാര്യയ്ക്ക് ആദ്യം ഞാൻ കൊടുക്കുന്ന സ്നേഹമായിരിക്കും. ആ സ്നേഹം കൊണ്ട് അവളെല്ലാം സാറ്റിസ്ഫൈഡ് ആവും. കുറെ നേരം സഹിക്കണു ഈ കോമാളി വേഷം. അപ്പൊ നിങ്ങൾ എന്തായിരിക്കും ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾ ആദ്യം എന്തായിരിക്കും ചെയ്യാൻ? എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു എന്നാണോ ചേച്ചിക്ക് അറിയേണ്ടത്? അതെന്തിനാ ഞാനിപ്പോ ഇവിടെ പറയുന്നത്? നിങ്ങളൊന്ന് പോയി തന്നെ. ബഹളം വയ്ക്കൊന്നും വേണ്ട, ഞാൻ പിടിച്ചു പറിക്കാനും കക്കാനും വന്നൊന്നും അല്ലല്ലോ. ഒന്നും പറയണ്ട. ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു എന്നാണോ ചേച്ചിക്ക് അറിയേണ്ടത്? അതെന്തിനാ ഞാനിപ്പോ ഇവിടെ പറയുന്നത്? പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി.